ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് വെച്ച് ക്ലോസറ്റ് ചെയ്യുന്ന സമയത്ത് കൺസീൽഡ് ഫ്ലഷിൻ്റെ പുഷ് ബട്ടൺ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ്, അതെങ്ങനെ ഊരിയെടുക്കുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കൺസീൽഡ് ഫ്ലഷിൻ്റെ ആ മുകളിൽ വരുന്ന ഭാഗം കാര്യങ്ങളെല്ലാം ആ ഫ്ലഷിൻ്റെ ബട്ടണാണ് വരുന്നത്. അപ്പോൾ ഈ ബട്ടൺ എന്ന് പറയുന്നത് ബട്ടൺ നമുക്ക് ജസ്റ്റ് അത് പ്രസ് ചെയ്താൽ മാത്രമേ അത് മുകളിലേക്ക് പൊങ്ങി വരുന്നതാണ്. ആദ്യമേ തന്നെ ഈ ബട്ടൻ്റെ ഉള്ളിലാണ് ഈ സ്ക്രൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ പറയുന്ന പ്ലേറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ക്രൂ വരുന്നത് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് പുഷ് ബട്ടൻ്റെ ഏറ്റവും താഴെയായിട്ട് പ്ലേറ്റിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പതുക്കെ ഞെക്കി പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പുഷ് ബട്ടനും ഓപ്പൺ ആവും. രണ്ട് പുഷ് ബട്ടൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് സ്ക്രൂ ഉണ്ടാവും. ഈ രണ്ട് സ്ക്രൂകളാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ട് സ്ക്രൂവിൽ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പ്ലേറ്റ് ആ പറയുന്ന കൺസീൽഡ് ഫ്ലഷിലേക്ക് ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഏറ്റവും താഴെ ഈ രണ്ട് പുഷ് ബട്ടൺ കണ്ട ഈ രണ്ട് സ്റ്റീലിൻ്റെ ബട്ടണാണ് വരുന്നത്. അതിൻ്റെ തന്നെ പ്ലേറ്റിൻ്റെ ഫ്രെയിം ഉണ്ട്. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കും. ആ അടിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പുഷ് ബട്ടൺ പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് അഴിച്ചെടുക്കാം. ഇനി അതല്ല, നമുക്കിത് ഓപ്പണായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ, അതായത് ചില സമയത്ത് സംഭവിക്കുന്ന ക്ലോസറ്റിലൂടെ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ മാത്രമല്ല, എന്തെങ്കിലും കരടോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കൺസീൽഡ് ഫ്ലഷിൻ്റെ അകത്ത് വരുന്ന വാൽവിൽ കരട് വന്ന് അഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്നും വെള്ളം വരാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് അഴിക്കേണ്ടതായിട്ട് വരും. ഈ പുഷ് ബട്ടണാണ് അഴിക്കേണ്ടത്. പുഷ് ബട്ടൺ അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പുഷ് ബട്ടൺ അഴിക്കാൻ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ആ പറയുന്ന ഏറ്റവും അടിയിൽ കാണുന്ന സ്റ്റീലിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ രണ്ട് പുഷ് ബട്ടൺ പൊങ്ങിലേക്ക് വരും. അതിനുശേഷം ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുക, അഴിക്കുക. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ആ പ്രസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നീറ്റായിട്ട് അവിടെ ഫിക്സ് ആയി വരും. അപ്പോൾ അത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പുഷ് ബട്ടൺ കണ്ടത് അതിങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ അകത്ത് വരുന്ന ഒരു രണ്ട് സ്റ്റിക്ക് വരുന്നുണ്ട്. ആ സ്റ്റിക്ക് നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ലെങ്ത്ത് അത് പല ലെങ്ത്ത് വരുന്നുണ്ട്. അത് ലെങ്ത്ത് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പുഷ് ബട്ടൺ അമർത്തി വയ്ക്കുന്ന സമയത്ത് ക്ലോസറ്റിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ആ സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കൂടിയിട്ട് അത് എപ്പോഴും പ്രസ് ചെയ്തിരിക്കുന്ന എഫക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ്, അതായത് ഈ ബട്ടൺ എപ്പോഴും പ്രസ് ചെയ്തിരിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് ഫുള്ളായിട്ട് വെള്ളം എപ്പോഴും പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ഫുൾ വീഡിയോ എങ്ങനെയാണ് ഈ പുഷ് ബട്ടൺ കാര്യങ്ങൾ ആദ്യമേ തൊട്ട് എങ്ങനെ പിടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ മറന്നുപോയി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good